പിന്നെ ഇത് നമ്മളെ ഫെറ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ശരിക്ക് നമ്മളെ ഉബുണ്ടുവിൽ നമ്മൾ നേരത്തെ ഒരു റൈറ്ററിൽ ചെയ്തല്ലേ, പിന്നെ ജിയോ ജിബ്രാൻ്റെ ഒരു ലിങ്ക് അയച്ചിട്ടുണ്ടല്ലേ, അതിൽ നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുന്ന, അതല്ലാതെ സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ്. പക്ഷേ ഇത് പിന്നെ ഉബുണ്ടു വേണമെന്നില്ല. ഈ ഒരു ലിങ്ക് കയറിയിട്ട് എലിമെൻ്ററി സ്കൂൾ ലെവൽ അടിച്ചാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന UP സ്കൂളിൽ LP സ്കൂളിൽ പഠിക്കുന്ന കുറേ പിന്നെ കണ്ടൻറ്റുകൾ പിന്നെ എന്താ പറയുക, ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യണം, പിന്നെ ഇവിടെ ഒരു സൈക്കിൾ കാണുന്നുണ്ട്. സൈക്കിൾ ചവിട്ടുന്ന ഒരു നിങ്ങളെപ്പോലുള്ള ഒരു കുട്ടിയുണ്ട്, നല്ല ഹെൽമെറ്റെല്ലാം ഇട്ടിട്ടാണ് ചവിട്ടുന്നത് അല്ലേ. പിന്നെയോ ഒരു ടർബൈൻ ഉണ്ട്, പിന്നെ അതായത് ജനറേറ്ററിൻ്റെ ഉള്ളിൽ ഒരു ടർബൈൻ ഉണ്ടല്ലേ. ഒരു പിന്നെ ഇതുപോലത്തെ മോഡലുകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയാൽ, അതായത് സൈക്കിൾ ചവിട്ടുന്ന, പിന്നെ ഇതിൻ്റെ ഈ ഫ്രീ വീലിൻ്റെ ഇതിന് പിന്നെ വേറൊരു ജയൻ്റ് വീല് കൊടുത്തിട്ട് പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് എക്സസൈസ് കിട്ടുന്നതോടൊപ്പം പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള മോഡലൊക്കെ നമുക്ക് നിർമ്മിക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുകയാണ്. ആദ്യം സൈക്കിൾ സെലക്ട് ചെയ്തല്ലേ, ഇതാ സൈക്കിൾ സ്റ്റാർട്ട് ആയിക്കോട്ടെ. യെസ്, നമ്മൾ പിന്നെ നമുക്കെങ്ങനെയാണ് എനർജി കിട്ടുന്നത്, ഫുഡിലൂടെയാണ് എനർജി കിട്ടുന്നത്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഇന്നത്തെ എക്സാമിനൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ, ഇതാ ഫീഡ് മീ, ഇതാ ഫുഡ് കൊടുക്കട്ടെ കുറച്ച്. യെസ്, നല്ല ഉഷാറിൽ ചവിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ശ്രദ്ധിച്ചോളാം. ഇവിടെ ഇതാ വൈറ്റിൽ ആണെങ്കിൽ മെക്കാനിക്കൽ എനർജി, ബ്ലൂ ആണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി, പിന്നെ ഇതാണ് തെർമൽ എനർജി, യെല്ലോ ആണെങ്കിൽ ലൈറ്റ് എനർജി, പിന്നെ പിന്നെ പച്ചയാണ് കെമിക്കൽ എനർജി. അപ്പോൾ ഇങ്ങനെ പോകുന്ന എനർജീൻ്റെ ഫ്ലോ കണ്ടോ. എനർജി നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറ്റാനേ പറ്റൂ. പിന്നെയോ എനർജി പിന്നെ സേവ് ചെയ്യുന്നത് എനർജി ഉണ്ടാക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതാ പിന്നെ ഒരു സൈക്കിൾ ചവിട്ടാണ്. പിന്നെ സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് ഇവിടെ നമുക്ക് പിന്നെ പുറത്തേക്ക് വരുന്ന എനർജീൻ്റെ ഈ കളറുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അല്ലേ. ഫാന് മാറ്റി നമ്മളൊരു ബൾബാക്കി. ഏത് ബൾബ്? CFL ക്ലോറോ കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പാക്കി അല്ലേ. പിന്നെയോ ഇതാ ബൾബ് എന്താ കത്തുന്നുണ്ടാ. പിന്നെയോ ഇതാ സാധാ ഇൻകാൻഡസെൻ്റ് ബൾബില്ലേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊരു ചിത്രം കണ്ടില്ലേ, പിന്നെ സാധാ ഫിലമെൻ്റ് ബൾബ്, ഹെർബോ വാട്സിൻ്റെ ഫിലമെൻ്റുള്ള. പിന്നെയോ ഇതാ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേ. പിന്നെ യെസ്, ഇതിങ്ങനെ കൂടി വരും, ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഇത് ചൂടായി കഴിഞ്ഞാൽ അടുത്തേക്ക് പോവും. പിന്നെ യെസ്, സ്റ്റേറ്റ് മാറും അല്ലേ. യെസ്, അതാ ടയർഡായിപ്പോയി. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റാം. വാട്ടർ ആയിക്കോട്ടെ. നിങ്ങൾ പിന്നെ എവിടെ പഠിച്ചിട്ടുണ്ട്? കഴിഞ്ഞ ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ ഏറ്റവും പഠിച്ചിട്ടുണ്ട് ഒരു ജലചക്രം അല്ലേ. ഇതാ വെള്ളം വീഴുന്നു, പിന്നെ ഈ ഒരു ടർബൈൻ ഇങ്ങനെ കറങ്ങുകയാണ്, പിന്നെ ഇതാ വെള്ളം ചൂടാകുന്നുണ്ട് അത് ഉപയോഗിച്ചിട്ട്. ഇനിയോ അത് വേണ്ട, നമുക്ക് വേറൊരു പരിപാടിയാക്കാം. പിന്നെ ബൾബ് കൊടുക്കാം. പിന്നെയോ ഇതാ ഈ നീല കളറിൽ വരുന്നത് ഇലക്ട്രിക് എനർജിയാണേ. പിന്നെ ഇവിടെ ബൾബ് മാറ്റി പിന്നെ ഒരു ഫാനാക്കി അല്ലേ. അതിന് ജസ്റ്റ് ഇതങ്ങ് മാറ്റും നമ്മൾ. പിന്നെ നമ്മുടെ സ്റ്റീം എൻജിൻ എന്ന് പറഞ്ഞില്ല ഒരു സാധനം, ആവി, പിന്നെ വാട്ടറിൻ്റെ ഒരു ഫോമാണ് ഇത് സ്റ്റീം എന്ന് പറയുന്നത്. ആ സ്റ്റീമിന് എന്താണ് നല്ല ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് സ്റ്റീമിനാണ്, ഗ്യാസിയസിനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഈൻ്റെ പിന്നെ കളറുകൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. എല്ലാം പറയാത്തത് നമ്മൾ ഈ വീഡിയോ ഇതായി പോവും, ലാർജ് വീഡിയോ ആയിപ്പോവും. ഇതാ ജസ്റ്റ് ഈ സാധനങ്ങൾ ജസ്റ്റ് ഒന്നുമില്ല, ഇങ്ങനെ മാറ്റുക. ഈ ലിങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലേ. ആരാണ് അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി? സണ്ണാണ് അല്ലേ. സണ്ണാകുമ്പോൾ ഈ ചക്ര നടക്കുക ഇല്ല, നമുക്ക് ഈ മാറ്റാം. സോളാർ പാനലാവണ്ടല്ലേ. ഇവിടെ കണ്ട ഇപ്പോൾ ക്ലൗഡ്സ് ഇല്ല അല്ലേ. ഇനി ഫുള്ള് ക്ലൗഡി ആകുമ്പോൾ സൺലൈറ്റ് പിന്നെ എന്ത് ചെയ്യൂ, കുറച്ചാ വരൂ. നമ്മൾ ക്ലൗഡിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. യെസ്, സോളാർ എനർജി ലൈറ്റ് ഇങ്ങനെ വന്നു, പിന്നെ നമ്മൾ ഈ പാനലിൽ ഇങ്ങനെ എത്തി, പിന്നെ അത് ഇതാ ഇലക്ട്രിക്കൽ എനർജിയായി മാറി, പിന്നെ വാട്ടർ ഇങ്ങനെ ഹീറ്റ് ആകുന്നുണ്ട് അല്ലേ. യെസ്, ഇനി ഇതോ ബൾബാക്കി, ഇൻകാൻഡസെൻ്റ് ബൾബാക്കി. പിന്നെയോ ഇതാ CFL ആക്കി മാറ്റി. പിന്നെയോ ഇനി നമുക്കൊരു ഫാനാക്കാം അല്ലേ, മെക്കാനിക്കൽ എനർജി ആയിട്ടുള്ളത് വരിക. ഇതാ കറങ്ങുന്നു. യെസ്, നല്ല രസമില്ല കാണാൻ.